ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ദൃശ്യവിസ്മയം ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിന് ട്രെയിലർ പുറത്തിറങ്ങി. ഒരു സിനിമയുടെ ട്രെയിലറിന് വേണ്ടി ആരാധകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. 2015 ജൂലൈ 10 ചിത്രത്തിന്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയത്. ബാഹുബലിയുടെ ഒന്നാം ഭാഗത്തേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന ദൃശ്യവിരുന്നായിരിക്കും ചിത്രം സമ്മാനിക്കുക എന്നത് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. പ്രേക്ഷകർ ഏറെ ഉദ്വേഗം നിറയ്ക്കുന്ന ട്രെയിലറിന് 2 മിനിറ്റും 22 സെക്കൻഡുമാണ് ദൈർഘ്യം. ഇതിനുള്ളിൽ പ്രണയവും പ്രതികാരവും യുദ്ധവും പ്രേക്ഷകർ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന കട്ടപ്പയുടെ ആ രഹസ്യവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എന്നാൽ ഒരംശം പോലും സസ്പെൻസ് കളയാതെയാണ് ട്രെയിലർ വന്നിരിക്കുന്നതും. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ പ്രഭാസിന്റെയും റാണ ദഗപതിയുടെയും പോരാട്ടം തന്നെയാണ് ട്രെയിലറിലെ പ്രധാന ആകർഷണം. ട്രെയിലറിലുടനീളം നിറഞ്ഞു നിൽക്കുന്നതും ബാഹുബലിയാണ്. ചിത്രം ഒരു ദൃശ്യവിസ്മയമാകുമെന്ന കാര്യത്തിൽ ട്രെയിലർ കാണുന്ന ആർക്കും സംശയമുണ്ടാകില്ല. ട്രെയിലറിനെ ആകർഷകമാക്കുന്ന പ്രധാന ഘടകം അതിന്റെ പശ്ചാത്തല സംഗീതമാണ്. MM കീരവാണിയുടെ സംഗീതം ട്രെയിലറിലെ രംഗങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകുന്നു. അത് സംഘട്ടനമാണെങ്കിലും പ്രണയരംഗങ്ങളാണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഗീതമാണ് കീരവാണി സമ്മാനിച്ചിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിലും മനോഹരമായ സംഗീതമൊരുക്കിയതും കീരവാണി തന്നെയായിരുന്നു. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അതിന്റെ ആകാംക്ഷയെ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് ട്രെയിലർ. യുദ്ധത്തിൽ ഇത്രമേൽ പ്രാവീണ്യമുള്ള ബാഹുബലിയെ കൊല്ലാൻ ആർക്കാണ് കഴിയുക എന്ന ചോദ്യം ഒന്നാം ഭാഗത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കട്ടപ്പ കൂടെയുള്ളപ്പോൾ തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ലെന്നാണ് രണ്ടാം ഭാഗത്തിൽ ബാഹുബലി പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ അത് സംഭവിച്ചു എന്ന ചോദ്യം വീണ്ടും പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. രണ്ടാം ഭാഗത്തിൽ നായികയായി എത്തുന്ന അനുഷ്കയാണ് ട്രെയിലറിലെ മറ്റൊരു ശ്രദ്ധേയ സാന്നിധ്യം. അനുഷ്കയുടെ സംഘടന രംഗങ്ങളും ട്രെയിലറിലുണ്ട്. ഒന്നാം ഭാഗത്തിൽ നായികയായിരുന്ന തമന്നയ്ക്ക് ട്രെയിലറിൽ കാര്യമായ സാന്നിധ്യമാകാൻ കഴിഞ്ഞിട്ടില്ല. രമ്യ കൃഷ്ണനും നാസറും സത്യരാജും ട്രെയിലറിൽ കടന്നു പോകുന്നുണ്ട്. മികവുറ്റ ദൃശ്യങ്ങളായിരുന്നു ബാഹുബലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാം ഭാഗത്തിലും അതേ മികവ് സംവിധായകൻ പുലർത്തുന്നുണ്ടെന്ന് ട്രെയിലറിൽ വ്യക്തമാണ്. ഏറെ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന രംഗങ്ങളും യുദ്ധരംഗങ്ങളുമാണ് ട്രെയിലറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്ന ചിത്രമായിരുന്നു ബാഹുബലിയുടെ ഒന്നാം ഭാഗം. അതിലും അധികമാണ് രണ്ടാം ഭാഗത്തിന്റെ മുതൽ മുടക്ക്. ലോക സിനിമയിലെ തന്നെ മികച്ച അണിയറ പ്രവർത്തകരാണ് ചിത്രത്തിനായി പ്രവർത്തിക്കുന്നത്. പ്രേക്ഷകരുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി 1 മാസം കൂടെ. ഏപ്രിൽ 28 ചിത്രം റിലീസ് ചെയ്യുന്നത്. 4 ഭാഷകളിൽ ഒരേ സമയം ചിത്രം റിലീസിനെത്തിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിൽ ചിത്രീകരിച്ച സിനിമ മലയാളത്തിലും ഹിന്ദിയിലും മൊഴിമാറ്റിയും പ്രദർശനത്തിനെത്തും. ട്രെയിലറിന്റെ അവസാന രംഗം ഒന്നൊന്നര രംഗമായിരുന്നു. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ബാഹുബലി 2 ക്ലൈമാക്സ് രംഗത്തിലെ സംഘടനം തന്നെ. ഈ ഒരു ട്രെയിലർ മതി പ്രേക്ഷകനെ സിനിമ കൊട്ടയിലേക്ക് അടുപ്പിക്കാൻ എന്ന് തോന്നിപ്പോയി.